കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറാൻ പറ്റാതെ പകച്ചുനിന്ന 10 വയസ്സുകാരന് തുണയായി RPF ഉദ്യോഗസ്ഥൻ. കുട്ടിയുടെ രക്ഷിതാക്കൾ കയറിയതിന് പിന്നാലെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വാതിലുകൾ അടഞ്ഞതോടെ കയറാനാകാതെ കുട്ടി ട്രെയിനിന് പുറത്താകുകയായിരുന്നു. പകച്ച് വിഷമിച്ചു നിന്ന കുട്ടിയെ ചേർത്ത് പിടിച്ചത് RPF ഉദ്യോഗസ്ഥനായ ബാലുശ്ശേരി സ്വദേശി ശ്രീകാന്താണ്. ശ്രീകാന്ത് ട്രെയിൻ നിർത്തിച്ച് കുട്ടിയെ സുരക്ഷിതമായി രക്ഷിതാക്കളെ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോവുകയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. 10 വയസ്സുകാരന്റെ രക്ഷിതാക്കൾ ട്രെയിനിൽ കയറുകയും കുട്ടി കയറുന്നതിന് തൊട്ടുമുൻപ് ഡോർ അടഞ്ഞു പോവുകയുമായിരുന്നു. ആകെ വിഷമിച്ച് പതറിപ്പോയ കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ട ഡ്യൂട്ടിയിലുണ്ടായിരുന്ന RPF ഉദ്യോഗസ്ഥൻ ശ്രീകാന്ത് ഓടി കുട്ടിയുടെ അടുത്തെത്തി കാര്യങ്ങൾ തിരക്കുകയും കുട്ടിയെ സഹായിക്കുകയുമായിരുന്നു. സ്വാഭാവികമായിട്ടും അവൻ വണ്ടിയിൽ കയറാനുള്ള ആളാണെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പം പേരും കാര്യങ്ങളൊന്നും അവന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അവനെ പെട്ടെന്ന് തന്നെ നമ്പർ ഡയൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ നമ്പർ ഡയൽ ചെയ്തപ്പം അത് അറ്റൻഡ് ചെയ്തു. എടുത്ത ആളൊരു ആണുങ്ങളായിരുന്നു, ഒരു പുരുഷ ശബ്ദമായിരുന്നു. അദ്ദേഹം ഞാൻ കോച്ചിൻ്റെ ഉള്ളിലാണ്, C5 കോച്ചിലാണെന്ന് പറഞ്ഞു. കുട്ടി കയ്യിൽ ട്രോളി ബാഗുമായി ഒറ്റയ്ക്ക് സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടതിനാലാണ് ട്രെയിനിൽ യാത്ര ചെയ്യാനാണെന്ന സംശയം ശ്രീകാന്തിന് തോന്നിയത്. പിന്നീട് കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് രക്ഷിതാക്കൾ ട്രെയിനിനകത്താണെന്ന് മനസ്സിലാക്കിയത്. സ്റ്റേഷനിൽ നിന്ന് എടുത്ത ട്രെയിനിന്റെ അവസാന കമ്പാർട്ട്മെന്റ് വരെ ഓടിയെത്തുകയും ട്രെയിൻ നിർത്തുകയുമായിരുന്നു ബാലുശ്ശേരി സ്വദേശി ശ്രീകാന്ത്. വണ്ടീൻ്റെ ഗാർഡിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിച്ചെന്ന് അവിടുന്ന് വിസിൽ അലേർട്ട് ചെയ്തിട്ട് അവിടെ ഗാർഡിനെ കൊണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യിച്ചു. സ്റ്റോപ്പ് ചെയ്യിച്ചതിന് ശേഷം തിരിച്ച് കുട്ടിയെയും കൂട്ടി പിന്നെ ബാഗും എടുത്ത് അവനെ C5 കോച്ചിലേക്ക് സുരക്ഷിതമായി എത്തിച്ചു. കുട്ടിയുടെ കയ്യിൽ നിന്നും രക്ഷിതാവിന്റെ ഫോൺ നമ്പർ വാങ്ങി അവരെ ബന്ധപ്പെട്ട് സുരക്ഷിതമായി ഏൽപ്പിക്കുകയായിരുന്നു. കുട്ടിയെ കാണാതെ രക്ഷിതാക്കൾ ഏറെ ഭയപ്പെട്ടിരുന്നു. ശ്രീകാന്തിന്റെ സമയോചിത ഇടപെടലാണ് 10 വയസ്സുകാരന് തുണയായത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.